ഇപ്പോൾ അർജന്റീന തോറ്റു കഴിഞ്ഞാൽ അടക്കം KC വേണുവാണ് കുറ്റക്കാരെന്ന് പറഞ്ഞ രീതിയിലാണ് സൈബർ ലോകത്ത് ആക്രമണം നീക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു റാക്കറ്റുണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അതൊരിക്കലും കോൺഗ്രസ്സുകാരല്ല. ത്രിവർണ്ണ പതാക പിടിക്കുന്ന ഒരുത്തരും KC വേണുഗോപാലിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യാജ ഫേക്ക് ഐഡിയിലാണ് ഇത്തരം ആക്രമണം വന്നിരിക്കുന്നത്. അത്തരക്കാരെ കണ്ടുപിടിച്ച് കടുത്ത നടപടി സ്വീകരിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCC പ്രസിഡന്റായി ഞാൻ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രിക്ക് ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. ഉടൻ തന്നെ ശക്തമായ അന്വേഷണം നടത്താൻ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പ് പറഞ്ഞുതരാം, ഏത് ശക്തിയായാലും പാർട്ടിയെ കോൺഗ്രസിനെ എതിർക്കുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ. ഏത് ശക്തികളാണെങ്കിലും ഒന്ന് ഓർമ്മിക്കണം, അതിനെ പ്രതിരോധിക്കുവാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ദുഷ്ടശക്തികൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് ഞാൻ കൊടുത്ത നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം ഇന്ന് തന്നെ ഓഫീസിലെത്തി അതിനു വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് ഫോണിലൂടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അല്ല, കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളായാലും എന്തിനാണ് KC വേണുഗോപാൽ അതിൽ ബന്ധപ്പെടുന്നത്? അദ്ദേഹം കക്ഷിയാണ്, അദ്ദേഹത്തിന് എന്തിനാണ് കക്ഷിയാക്കുന്നത്? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി, ഈ സംസ്ഥാനത്ത് പാർട്ടികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നേതാവ്, ഞാൻ ഉൾപ്പെടെയുള്ള 63 MLA-മാരെ സൃഷ്ടിച്ചെടുക്കാൻ ഊർജ്ജം നൽകിയ നേതാവ്, അദ്ദേഹത്തിന് എന്തിനാണ് കക്ഷിയാക്കുന്നത്? അതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്, പാർട്ടിക്കകത്ത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമമുണ്ട്. ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ്. അല്ല, അതെല്ലാം ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചപ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും ആദ്യം സാഹചര്യം KC വേണുഗോപാലാണ്. അതവിടെ കഴിഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഞങ്ങളൊക്കെ അംഗീകരിക്കുന്ന നേതാവാണ്. അദ്ദേഹം നന്നായി കേരളം ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്. കേരളത്തിലെ ജനത പ്രതീക്ഷയിലാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഞാൻ 63 MLA മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടാകുന്ന പ്രതീക്ഷ ഉണ്ടാവും. ഒരു സംശയക്കാര്യത്തിലുണ്ട. ഞാൻ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തരമന്ത്രിയെ പരാതിപ്പെടുത്തിക്കുന്നത് അവിടെ സർക്കാർ, കാരണം കഴിഞ്ഞ ആ സർക്കാരിന്റെ കാലം കഴിഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തും ഇത് വല്ലാതെ ഉണ്ടായിരുന്നു. പല നേതാക്കളെ പേരിൽ KC വേണുഗോപാലിന്റെ പേരുണ്ടായിരുന്നു, VD സതീശന്റെ പേരുണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടായിരുന്നു. അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പരാജയപ്പെടുത്താൽ പോലും ഒരു പരിഹാരം ലഭിക്കില്ല. ഇന്ന് VD സതീശനാണ് കേരള മുഖ്യമന്ത്രി, രമേശ് ആഭ്യന്തരമന്ത്രി. ഇതിൽ നടപടി ഉണ്ടാകുന്നതാണ് എന്റെ വിശ്വാസം. ഏതായാലും കോൺഗ്രസുകാരല്ല. ഞാൻ പറയുന്നു, കേരളത്തിൽ ത്രിവർണ്ണ പതാക പിടിക്കുന്ന ഒരുത്തിനും KC വേണുഗോപാലിനെ മാത്രം അറിയാത്തവരല്ല. അദ്ദേഹത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ കോൺഗ്രസുകാരൻ കൂട്ടുപിടിക്കില്ല. അത് കണ്ടുപിടിക്കണം. എനിക്കറിയാം, ഞാൻ പറയില്ലേ. അല്ല, ഏത് അക്കൗണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ, ഞാൻ എന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് കോൺഗ്രസിന്റെ പേരിലടക്കമുള്ള വ്യാജ ഫേക്ക് അക്കൗണ്ടുകളാണ്. അത് പൂർണ്ണമായും കണ്ടുപിടിക്കണം. അല്ല, കോൺഗ്രസിനകത്തൊന്നുമില്ല. അത് വിസ്മരിക്കപ്പെടാനായി ചില റാക്കറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര എളുപ്പത്തിൽ വിസ്മരിക്കപ്പെടുന്ന ഒന്നല്ല. കാരണം അതാണ് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇന്നലെ ഞാൻ നൽകി. ഇന്നലെ അദ്ദേഹം ഫോണുമായി സംസാരിച്ചു. വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം പ്രതികരിച്ചു. ഇന്ന് തന്നെ അതിന് വേണ്ട നടപടി ചെയ്തതിന് ഉറപ്പുവയ്ക്കും. അല്ല, ആ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. അല്ല, അത് അന്ന് ഇപ്പോഴല്ലേ ഞങ്ങളെ ഭരണം ആരംഭിച്ചിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് അതൊക്കെ അവിടെ കഴിയുന്ന കരുതി. ഇത് തുടർന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് അർജന്റീന തോറ്റതിന് പിന്നിൽ KC വേണുഗോപാലാണെന്ന് പറയുന്ന എന്റെ പേടി. അത്രയ്ക്ക് പോലും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു. ഒരു മനുഷ്യൻ ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിവെച്ച് രാജ്യത്ത് മുഴുവൻ സഞ്ചരിക്കുക, ഈ സംസ്ഥാനത്ത് തകർന്നു കഴിഞ്ഞ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനം നടത്തുക, എന്നിട്ട് അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യുക, അത് നടക്കില്ല. VD സതീശൻ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തര കേരളത്തിൽ അത് നടക്കില്ല. അത് സംശയത്തിന്റെ കാര്യത്തില് ഞാൻ പറഞ്ഞല്ലോ, ത്രിവർണ്ണ പതാക പിടിക്കുന്ന ഒരുത്തരും ചെയ്യാൻ പ്രതീക്ഷിക്കുന്നില്ല.
അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കണ്ടുപിടിക്കട്ടെ ആരായാലും, ഏത് ഉന്നതതലം കണ്ടുപിടിക്കട്ടെ, ഇത് പുറത്തു വരണം. ഈ നമ്മുടെ അവസാനിക്കണം. 5 അക്കൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്നോട് പറയാം. ഏതായാലും 4 വ്യാജ പേരിലെ അക്കൗണ്ടാണ്, 1 ഇൻഡിപെൻഡന്റ് അക്കൗണ്ടാണ്. എന്റെ ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ജില്ലയിലെ നിന്നാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ MLA അല്ലേ, DC പ്രസിഡന്റ്, എനിക്ക് അധികാരമില്ലേ കൊടുക്കാൻ? മാത്രമല്ല ഈ ജില്ലയിലെ പാർട്ടി ഗ്രൂപ്പ് ഞാനല്ലേ. എന്റെ ജില്ലയിലെ പാർട്ടി ഗ്രൂപ്പുകളിലും ഇത് വ്യാപകമായി പ്രചരിക്കുന്നു. അതാണ് ഞാൻ തന്നെ എന്റെ പ്രചോദനം. കൊടുത്തു. അല്ല, ഉള്ളടക്കം ഇതാണ്. ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കണം.